നീ ഒന്ന് ചുറ്റിന് നോക്കിയേ, ഒരു ബിൽഡിംഗ് മൂന്നാർ അഥവാ മൂന്ന് നദികൾ. മൂന്ന് നദികൾ എന്ന അർത്ഥത്തിലാണ് മൂന്നാർ എന്ന പേര് വന്നത്. മുത്തിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ മൂന്ന് നദികൾ സംഗമിക്കുന്ന സ്ഥലത്താണ് മൂന്നാർ പ്രദേശം വികസിച്ചു വന്നത്. കേരളത്തിൻ്റെ ഹിൽ സ്റ്റേഷൻ കിരീടം എന്നറിയപ്പെടുന്ന മൂന്നാർ ഇടുക്കി ജില്ലയിലെ പച്ചപ്പും തണുപ്പും ചരിത്രവും ചേർന്നൊഴുകുന്ന ഒരു സ്വർഗ്ഗഭൂമിയാണ്. നമ്മളിന്ന് പോകുന്നത് ആ സ്വർഗ്ഗഭൂമിയിലേക്കാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും ഒരുമിച്ച് പോകുന്നൊരു ട്രിപ്പാണ്. എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഇല്ല. ജോലി തിരക്കുകളൊക്കെ കാരണം എല്ലാവർക്കും വരാൻ പറ്റിയില്ല. വെളുപ്പിനെ സമയം 3:30 ഞങ്ങളീ പോകുന്നത് മൂന്നാറിലേക്കാണ്. ഒരു ചെറിയ ബാച്ചിലർ പാർട്ടി സെറ്റ് ചെയ്യാൻ. അമ്മമാരെല്ലാം പുറത്തു വന്ന് നിൽപ്പുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോകുന്നൊരു ട്രിപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് പോകുന്നത്. അതുമാത്രമല്ല ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത. ഞങ്ങൾ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനാണ് ബുക്ക് ചെയ്തത്. ഞാൻ അതിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഇവരെ കാണിച്ചിട്ടില്ല. അവർക്കൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരുപാട് സൈറ്റുകളിൽ റൂം അവൈലബിൾ ആണോ എന്ന് നോക്കി, പക്ഷേ എല്ലായിടത്തും തന്നെ ഫുള്ളായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം. സോ മൂന്നാറിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 വീക്ക് മുന്നേ തന്നെ നിങ്ങൾ റൂം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. വീക്കെൻഡുകളിൽ നല്ല ബുക്കിംഗ് ആയിരിക്കും. അടുത്ത ദിവസം ട്രിപ്പ് പോകണമെന്ന് ആലോചിക്കുമ്പോൾ തലേദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അല്ലേ? അതുപോലെ തന്നെ ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരുടെ മുഖത്ത് ആ ക്ഷീണം കാണാറുണ്ട്. ഇതാ ഈ വരുന്നതാണ് കല്യാണച്ചൊക്കെ. ഞങ്ങളെല്ലാവരും +1 +2 ഒരുമിച്ച് പഠിച്ച, അതായത് 2011 2012 കാലഘട്ടം. അന്നു മുതലേ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് യാത്രകളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ 90s കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആയിരിക്കും ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ ഉള്ളത്, അല്ലേ? ടാറ്റാ. ഉറക്കവും വന്നില്ല. എനിക്കെന്നറിയാമോ, നമ്മളെവിടെ പോകുമ്പോ ഉണ്ടല്ലോ, 3 കാര്യം ഓർത്തോടെ നമ്മൾ ഇറങ്ങുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഉള്ള ദുരന്തങ്ങളെല്ലാം ഓർമ്മ വരും. ദുരന്തങ്ങൾ ഓർമ്മ വരണോ? നമ്മളാണെ പോകുമ്പോ എല്ലാം നമ്മളാണെ ഭയങ്കര അങ്ങനല്ല. ഉറങ്ങാൻ നോക്കുമ്പോ നമ്മൾ ആദ്യം ഒരു ചെറിയ എന്തൊരു ഹിന്റ് വരും. പിന്നെ അതിനകത്തൊന്ന് ചിന്തിച്ച് കുറച്ച് കഴിയുമ്പോ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇല്ല അത് നാളെ ട്രിപ്പ് പോകണം. പിന്നെ ഒന്നുകൂടെ കിടക്കും. അത് കഴിയുമ്പോ വീണ്ടും ഇത് തന്നെ ചിന്തിച്ച് വേറെ വിഷയത്തിൽ പോകും. ഞങ്ങൾ ട്രിപ്പിന് മുമ്പ് ഏറ്റവും ആദ്യത്തെ ടാസ്ക് ഇതാ. ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ ഇങ്ങനെ വിളിക്കണം. ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോഴായിരിക്കും അവർ എണീക്കുക തന്നെ. മിക്കപ്പോഴും ഞാൻ തന്നെ ലേറ്റ് ആവാറാണ് പതിവ്. പക്ഷേ ഈ തവണ ഞാൻ നേരത്തെ ഇറങ്ങി. എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിലേക്ക്. സാധാരണ എല്ലാവരും വെളുപ്പിനൊരു 6 മണിയൊക്കെ ആകുമ്പോൾ പോകാറാണ് പതിവ്. പക്ഷെ ഞങ്ങൾ പോകുന്ന സമയം ഇതാണ്. രാത്രിയിലൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഏതെങ്കിലും ഒരുത്തൻ ചോദിക്കും, നമുക്ക് കുട്ടിക്കാനം പോയി തട്ടുദോശ അടിച്ചാലോ എന്ന്. കുട്ടിക്കാനത്ത് നല്ലൊരു തട്ടുകടയുണ്ട് ഒരു ചേച്ചിയുടെ. ഞങ്ങൾ മിക്കപ്പോഴും അവിടെ പോയി കഴിക്കാറുണ്ട്. അങ്ങനെ കുട്ടിക്കാനം പോയി തട്ടുദോശയൊക്കെ കഴിച്ച് കുറച്ച് തണുപ്പൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കിനും കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുത്തൻ ചോദിക്കും, എങ്കിൽ നമുക്ക് മൂന്നാർ പോയി മസാല ദോശ കഴിച്ചാലോ എന്ന്. സൂര്യനെല്ലിയിൽ നല്ലൊരു ഹോട്ടലുണ്ട്. അവിടുത്തെ മസാല ദോശ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഒരു 10-20 തവണയെങ്കിലും ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടായിരിക്കും. എൻ്റെ വീട്ടുകാർ എപ്പോഴും എന്നോട് ചോദിക്കും, എപ്പോഴും ഈ മൂന്നാർ പോകുന്ന തലയ്ക്ക് ഓളം ഉണ്ടോ എന്ന്. പോകുന്ന സ്ഥലത്തിനേക്കാളിലും കഴിക്കുന്ന ഫുഡിനേക്കാളിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ആ മൊമെൻ്റാണ്. We got nowhere to be, just a slow dance with the summer heat. The world outside can't wait a few, 'cause right now we got nothing else to do. The sun is peeking through the cotton white blinds, your hands still tangled up in mine. Feet on the wall, your head on me, floating easy. We got nowhere to be, got nowhere to be.
അങ്ങനെ മൂന്നാർ ടൗണെത്തി. വീക്കെൻഡ് ആയതുകൊണ്ടും വെക്കേഷൻ ടൈം ആയതുകൊണ്ടും ഭയങ്കര തിരക്കായിരുന്നു മൂന്നാറിൽ. ഞങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയി. ചിക്കൻ ബാർബിക്യൂ ചെയ്യാനാണ് പ്ലാൻ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്ത് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്നാണ് അവിടുത്തെ കെയർടേക്കർ പറഞ്ഞത്. മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയായിരുന്നു ശരിക്കും ഞങ്ങൾക്ക് പോകേണ്ടത്. പക്ഷേ ഗൂഗിൾ മാപ്പ് ചെറിയൊരു പണി തന്നു. ഞങ്ങൾ അടിമാലി വഴി പോയി മാങ്കുളം വഴിയാണ് പോയത്. പോകുന്ന വഴി ഹൈവേയുടെ പണി നടക്കുന്ന കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു. മാത്രമല്ല പോകുന്ന വഴി കാറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ആക്ഷൻ ക്യാമറ താഴെ വീണ് ക്യാമറയുടെ ഗ്ലാസ് പൊട്ടി. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചറിയാം, ചെറിയൊരു ഗ്ലെയർ ഉണ്ട്. പോകുന്ന വഴിയെല്ലാം ഞങ്ങളുടെ ചർച്ച സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിനെ പറ്റിയായിരുന്നു. എങ്ങാനും ഇവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവന്മാർ എന്നെ കൊന്നു തിന്നും. നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. മൂന്നാറിലെ വൺ ഓഫ് ദി ടൂറിസ്റ്റ് പ്ലേസ് ആണ് മാങ്കുളം. നിങ്ങൾക്ക് കണ്ടാലറിയാം, രണ്ട് സൈഡിലും വലിയ മരങ്ങളും തേയിലത്തോട്ടവും വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ആക്ടിവിറ്റീസായിട്ട് ജീപ്പ് ട്രക്കിങ്ങും റോപ്പ് ക്ലൈമ്പിങ്ങും എല്ലാം ഉണ്ട്. സോ മൂന്നാറിലേക്ക് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ മാങ്കുളം ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഈ കാണുന്നതാണ് കല്ലാർ മാങ്കുളം റോഡ്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് KFDC സബ് യൂണിറ്റ് ഓഫീസിന് മുന്നിൽ കൂടെയുള്ള റോഡ് വഴി വേണം നമുക്ക് പോകാൻ. അത്യാവശ്യം ഇടുങ്ങിയ വഴിയായതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒതുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല KSRTCയുടെ ഉല്ലാസയാത്ര റൂട്ട് കൂടാണിത്. സോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിലൂടെ കെയർഫുൾ ആയിരിക്കണം. ഒരുപാട് പേര് വഴിയിൽ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ സീനറിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ബംഗ്ലാവോ ഇത് തന്നെ ഉറപ്പാണോ? അതെ 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 അതാ ഇരിപ്പാറ ബംഗ്ലാവാടാ. സീരിയസ് ആയിട്ടും അതെ. അടിമാലി റോഡിലല്ല, ലക്ഷ്മി എസ്റ്റേറ്റ് റോഡില്. അതാണ് ഈ വഴി. ഇത് കണ്ടോ, വണ്ടിയൊക്കെ പറഞ്ഞല്ല, ഇതാണ്. ഇത് നേരെ ചെന്നാ മൂന്നാർ ചെല്ലും. 17 കിലോമീറ്റർ, 17-19 കിലോമീറ്റർ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അലിബാബ ഹോട്ടൽ പറഞ്ഞായിരുന്നു. ഞാനിത് ചോദിച്ചാണ്. അങ്ങനെ ഒന്നില്ല ഇവിടത്തെ. പാട്ട് ഇട്ട് വെച്ചാലും നമുക്ക് ഇവിടെ താഴെ ഡാമിൽ ഇറങ്ങാമോ? താഴെ പോയാൽ ഗവൺമെന്റ് അവിടെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഇല്ല, അവിടെ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവിടെ പോയാൽ ടിക്കറ്റ് എടുക്കണം. അതിലേക്ക് 5 മണിക്കൂർ. ഇതാണ് മുനിച്ചാമി, ഈ ടി എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ കെയർടേക്കറാണ്. നമ്മുടെ എല്ലാ കാര്യവും പുള്ളി തന്നെയാണ് നോക്കിയത്. നല്ലൊരു മനുഷ്യനാണ്. അകത്ത് കയറി റൂമെല്ലാം നോക്കി വെൽ നീറ്റ് ആൻഡ് ക്ലീൻഡ് ആണ്. ബാത്റൂം എല്ലാം അടിപൊളിയാണ്. രാവിലെ നമുക്ക് കോംപ്ലിമെൻ്ററി ഫുഡും ഉണ്ട്. മെയ്ക്ക് മൈ ട്രിപ്പിലൂടെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. 5 പേർക്കൂടെ ഏകദേശം 9,000 രൂപയോളമായി. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും നിങ്ങളൊരു ട്രിപ്പ് മൂന്നാറിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേ ആണ് വിരിപ്പാറ ടി എസ്റ്റേറ്റ് ബംഗ്ലാവ്. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്നപ്പോൾ ഇതാ അടിപൊളി ഒരു കോട ഇറങ്ങി വരുന്നു. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ആ കാണുന്ന മലയിലോട്ട് അങ്ങ് വലിഞ്ഞു കയറി. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ ഇരുന്നിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. നമുക്ക് വേണ്ടിയിട്ട് മുനിച്ചാമിയണ്ണൻ അവിടെ ചിക്കന് മസാല തേച്ചോണ്ടിരിക്കുക. പുള്ളിനെ പോയി ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രിയായി.
ഇന്നലത്തെ ബഹളമെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ വെളുപ്പിനെ 3 മണിയായി. എങ്ങനെയാണെന്നറിയില്ല, രാവിലെ 7:30 ആയപ്പോൾ സ്വിച്ച് ഇട്ടോ എണീറ്റു. രാവിലത്തെ വ്യൂ എങ്ങനെയാണെന്നറിയാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റോടായിരിക്കും. വീടിനകത്ത് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പുറത്തെങ്ങനെയാണെന്ന് ഇപ്പോൾ കണ്ടറിയാം. എൻ്റെ അമ്മോ, രാവിലെ തന്നെ ഇങ്ങനെ ഒരു വ്യൂ കാണുന്നത് എന്ത് രസമല്ലേ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവും. മഞ്ഞില്ലല്ലോ കോടയില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ, വന്നു കഴിഞ്ഞു. രാവിലെ തന്നെ മുനിച്ചാമ്മണ്ണനും വൈഫും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇഡ്ഡലി സാമ്പാറും, നമ്മുടെ ഒരു തമിഴ്നാട് സ്റ്റൈല്. അത് കഴിച്ചിട്ട് ഞങ്ങളുടെ പ്ലാൻ താഴെയുള്ള ഡാമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ആണെന്ന് ആഗ്രഹമുണ്ട്. ഇത് ആക്ച്വലി ഫോറസ്റ്റ് വകുപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം, ഒരുപാട് ജീപ്പുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ട്രക്കിങ്ങിന് പോകുന്ന ജീപ്പുകളാണ്. ഇവിടെ എൻട്രി ഫീസ് 60 രൂപയാണ്, ഫോറിനേഴ്സിന് 4 ഇരട്ടി. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. ടിക്കറ്റ് വാങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഒരു അടിപൊളി അരുവിയുണ്ട്. ഈ അരുവിയുടെ എൻഡിലാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ഒരു സൈഡിൽ അരുവിയും ഇപ്പുറത്തെ സൈഡിൽ തേയിലത്തോട്ടവും ചെറിയൊരു കോടമഞ്ഞും. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇത് കാണാൻ. മഞ്ഞ് മൂടി നിൽക്കുന്ന ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു അടിപൊളി വെള്ളച്ചാട്ടം. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നുണ്ട്. അതിലൊരു ബ്രോ ഞങ്ങളോട് പറഞ്ഞു, ഈ വെള്ളം വീഴുന്നതിന് ഇടയ്ക്ക് നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. വെള്ളച്ചാട്ടത്തിലെ ചാട്ടമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ബംഗ്ലാവിലേക്ക് വന്നു. ബാഗൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. മുനിച്ചാമ്മിയണ്ണോട് ഒരു ടാറ്റൊക്കെ പറഞ്ഞ് പതുക്കെ ഞങ്ങൾ ഇറങ്ങി. ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങിയാലേ രാത്രിത്തേക്ക് തിരിച്ച് നാട്ടിലെത്തുള്ളൂ. അങ്ങനെ വിരിപ്പാറ ടി എസ്റ്റേറ്റ് ബംഗ്ലാവിന് ടാറ്റ. തുടക്കത്തിൽ എപ്പോഴോ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കൊരു ട്രിപ്പ് എപ്പോഴും സ്പെഷ്യലാവുന്നത് പോകുന്ന സ്ഥലം കൊണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ച ഫുഡ് കൊണ്ടോ മാത്രമായിരിക്കില്ല. നമ്മൾ സ്പെൻഡ് ചെയ്ത ആ ടൈം, ആരുടെ കൂടെയാണോ സ്പെൻഡ് ചെയ്തത്, ആ മൊമെൻ്റാണ് എനിക്ക് എപ്പോഴും സന്തോഷം നൽകുന്നത്. ഗുഡ് തിങ്സ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ് വെൻ യു സറൗണ്ടഡ് യുവർ സെൽഫ് വിത്ത് ഗുഡ് പീപ്പിൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.